കണ്ണൂർ CPM-ൽ വൻ പൊട്ടിത്തെറി. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിട്ടു. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആസൂത്രിത നീക്കം നടത്തിയതായും TK ഗോവിന്ദൻ ആരോപിച്ചു. പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ TK ഗോവിന്ദനെ വർഗവഞ്ചകനെന്നാണ് MV ജയരാജൻ വിശേഷിപ്പിച്ചത്. MV ഗോവിന്ദൻ തുടരുന്ന നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിട്ടത്. പാർട്ടിയിൽ ഇതുവരെയില്ലാത്ത ചില പ്രവണതകളാണ് ഇപ്പോൾ നടക്കുന്നത്. CPM നേതാക്കൾ ധാർമ്മികതയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നു. തനിക്ക് ശേഷം തന്റെ ഭാര്യ എന്ന നിലപാടാണ് MV ഗോവിന്ദന്. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ ആസൂത്രിത നീക്കം നടന്നതായും TK ഗോവിന്ദൻ ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉണ്ടാവേണ്ടുന്ന ചില ധാർമ്മികതയുണ്ട്, ചില നീതിബോധമുണ്ട്. അത് നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. പിന്നെ ഞാൻ തീരുമാനിക്കും ആരാ സ്ഥാനാർത്ഥി, എൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് തന്നെ തീരുമാനം എന്ന നില വരുന്നത് പാർട്ടിയെ തകർക്കും. വാർഡ് കമ്മിറ്റിയിൽ നിന്ന് വലിയ തോതിൽ ഏർപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പുനഃപരിശോധിക്കുന്ന സ്ഥാനാർത്ഥിനെന്നാണ്. എന്നാൽ ഈ മണ്ഡലം കമ്മിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു പുനഃപരിശോധനയും പാർട്ടിയിലുണ്ടായില്ല. ഇത് അടിച്ചേൽപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ഇനി ഈ പാർട്ടിയിൽ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാം. സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വിമർശനം അംഗീകരിക്കാതെ പാർട്ടി മുന്നോട്ടു പോയി. ഒരു പുനഃപരിശോധനയും പാർട്ടി നടത്തിയില്ല. ഇതോടെ പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനമെന്നും UDF പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ സ്വതന്ത്രമായി മത്സരിക്കും. UDF പിന്തുണ തന്നിട്ടുണ്ടെങ്കിൽ ആ പിന്തുണ ഞാൻ സ്വീകരിക്കും. എന്നാൽ TK ഗോവിന്ദൻ വർഗവഞ്ചകനെന്നും വർഗവഞ്ചകനെതിരെ ജനം നിലപാടെടുക്കുമെന്നുമാണ് MV ജയരാജൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. വഞ്ചകനായിട്ടാണ് TK ഗോവിന്ദൻ മാഷ് മാറിയത്. മാത്രമല്ല UDF-ന്റെ പിന്തുണ തേടുമെന്ന് പറഞ്ഞതോടുകൂടി ഒരു രാഷ്ട്രീയ വഞ്ചനയുമായി തൻ്റെ 10-60 വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തന്നെ വളർത്തിയത് എന്ന് തിരിച്ചറിയുമെങ്കിൽ ഇത്തരം ഒരു രാഷ്ട്രീയ വഞ്ചനയും വർഗവഞ്ചനയും അദ്ദേഹം കാണിക്കില്ലായിരുന്നു. പാർട്ടി കോട്ടയിൽ തന്നെയുണ്ടായ എതിരഭിപ്രായം CPM നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിലൂടെ മണ്ഡലം കൈവിട്ടു പോകുമോ എന്ന ആശങ്കയും CPM-നുണ്ട്. ജനം, കണ്ണൂർ.